സമയമുണ്ടല്ലോ പിന്നെ ചെയ്യാം. അങ്ങനെയാണോ നിങ്ങൾ? അതെ, എല്ലാവർക്കും ധാരാളമുള്ളത് സമയമാണ്. അപ്പോ ഒബ്വിയസ്ലി അങ്ങനെ നമ്മൾ വിചാരിക്കും. സമയമുണ്ടല്ലോ, ഇത് പിന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ടാസ്ക് നാളേക്ക് മാറ്റി വയ്ക്കാം. ഇനിയും സമയമുണ്ടല്ലോ. അതെ, സമയം ധാരാളമുണ്ട്. എല്ലാവർക്കും ധാരാളമുള്ളത് സമയമാണ്. എല്ലാവർക്കും കിട്ടാത്തതും സമയമാണ്. അല്ലേ? 2 തരത്തില് നമ്മൾ പറയും. എനിക്ക് ധാരാളം സമയമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒന്നിനും സമയമില്ല എന്നുള്ളത്. അപ്പൊ സമയം പ്രോപ്പറായി മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെങ്കിലോ നമുക്ക് എന്തൊക്കെയാ കിട്ടുക? നമുക്ക് സമയം പ്രോപ്പറായി മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം സമയം കിട്ടുമല്ലേ? എന്ത് ചെയ്യാനും ധാരാളം സമയം കിട്ടും. അതന്നെയാണ് മെയിൻ ഗോള്. നമ്മള് പ്രോപ്പറായി ടൈം മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മുടെ കാര്യങ്ങളൊക്കെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. സമയം ഇനിയുണ്ടല്ലോ, ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യും. നമ്മുടെ മെയിൻ ഗോൾ സെറ്റപ്പ് അല്ലാണ്ട് വേറെ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതും നമ്മൾ മറന്നുപോകും. ഒരുപക്ഷെ നമ്മൾക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കും. കാലത്ത് നേരത്തെ എണീറ്റ് ധാരാളം സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് മെസ്സേജസോ അല്ലെങ്കിൽ കുറച്ച് കണ്ടന്റ്സ് ഒക്കെ നോക്കി വരുമ്പോഴേക്കും ദാ പോയി സമയം. 1 മണിക്കൂർ പോയി കിട്ടും. വെറുതെ സ്ക്രോൾ ചെയ്താൽ മതി. നമ്മുടെ 1 മണിക്കൂർ ധാന്ന് പറഞ്ഞ പോലെ പോയി. അപ്പൊ വ്യക്തമായ ടൈം മാനേജ്മെന്റ് ഉള്ള ആൾക്കാർ പോലും ഈസിലി ഡിസ്ട്രാക്ഷൻ ആവുന്ന അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു മേഖലയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ടി വി കണ്ട് അങ്ങനെ ഇരുന്ന് പോയി എന്ന് പറയാം. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ധാരാളം ടെക്നോളജി ഡെവലപ്പ് ആയ സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയൊക്കെയോ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ ടൈം, നമ്മുടെ ഫോക്കസിലേക്ക് നമ്മൾ വരുന്ന സമയം പോലും കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ വ്യക്തമായ സമയത്തിന്റെ മാനേജ്മെന്റ് നമ്മുടെ ലൈഫിൽ വേണം എന്നുള്ളതാണ്. നമുക്ക് സമയം മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നറിയോ? ധാരാളം സമയം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കിട്ടും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ ചെയ്യുന്നത് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയല്ലേന്ന്. പക്ഷെ ആ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കുറെ നഷ്ടങ്ങളുള്ള കാര്യങ്ങളും ഉണ്ടാവും. കാരണം അതിൽ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ലൈഫിന് വേണ്ട ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള യാതൊന്നും ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കിട്ടുന്നുള്ളൂ. ആ 10 മിനിറ്റ് റിലാക്സ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫോൺ എടുക്കുക. ആ 10 മിനിറ്റ് റിലാക്സ് ചെയ്യണത് നമുക്ക് 10 മിനിറ്റ് സ്ട്രെസ് തരണമായിരിക്കും. അല്ലെങ്കിൽ 10 മിനിറ്റ് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നിട്ട് നമ്മൾ 1 മണിക്കൂർ ഫോണും വെച്ചിരിക്കും, അല്ലെങ്കിൽ 30 മിനിറ്റ് ഫോണും വെച്ചിരിക്കും. അതേസമയം ആ റിലാക്സ് ചെയ്യാന്ന് വിചാരിക്കുന്ന 10 മിനിറ്റ് ഒരു പുസ്തകം എടുത്തിട്ട് അതിന്റെ 10 പേജ് വായിക്കാമെന്ന് വിചാരിച്ചു നോക്കിയേ, നമുക്ക് ധാരാളം കണ്ടന്റ് കിട്ടും. നമുക്ക് മോട്ടിവേഷണൽ പുസ്തകമാണെങ്കിൽ എസ്പെഷ്യലി നമുക്ക് ആ ഒരു ദിവസത്തിനുള്ള മോട്ടിവേഷൻ മൊത്തം ആ പുസ്തകത്തിൽ നിന്ന് കിട്ടും. ഇനി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഓഡിയോ ബുക്സ് കേട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? അതൊരു മൾട്ടി ടാസ്കിങ്ങിന്റെ ഒരു പരിപാടിയാണ്. ഒരു സ്ട്രെസ് റിലീഫുമാണ് നമ്മൾ ഓഡിയോ കേട്ട് പാട്ട് കേട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ളത്. അതും ഒരു ടൈം മാനേജ്മെന്റിൽ ഈ ആങ്സൈറ്റി സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ്. ഈ ടൈം മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ അത് പർപ്പസ്ഫുള്ളി ചെയ്യാണ്ട് ഈ ടൈം മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ സാധനങ്ങൾ കിട്ടുമെന്നറിയാം. നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടും, സ്ട്രെസ് റിലീഫ് ആവും നമ്മൾ, അതുപോലെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യണമല്ലോ, നമ്മൾ ടൈം ഇങ്ങനെ മാനേജ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും നമുക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണ നന്നായി ടൈം മാനേജ് ചെയ്യണ ഒരാളുണ്ട്. ആരാന്നറിയാം? നമ്മളുടെ വീട്ടിലെ നമ്മുടെ അമ്മമാർ തന്നെയാണ്. അവർ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന കാണാം. അവർ വ്യക്തമായി തന്നെ കുക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ കട്ടിങ് ചെയ്യുന്ന കാണാം. അതേ ഒപ്പം തന്നെ ക്ലീനിങ് ചെയ്യുന്ന കാണാം. അതേസമയം നമ്മളെ സ്കൂളിൽ പറഞ്ഞയക്കാനായിട്ട് ചിലപ്പം ഒരു കയ്യിൽ സോക്സുമായിട്ട് വരുന്ന കാണാം. സോക്സ് എടുത്തിട്ടില്ലെങ്കിൽ ഓക്കെ സോക്സ് എടുത്തിട്ടില്ല, ടൈ കെട്ടി തരും, മുടി ശരിയാക്കി തരും. അപ്പം ആ ഒരു ടൈമിനുള്ള അവർ മൾട്ടി ടാസ്കിങ് ആണ് അവരുടെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും ഹെക്ടിക് വർക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മളുടെ ഈ ടൈം മാനേജ്മെന്റ് നമ്മൾ സ്ട്രെസ്ഫുള്ളായി കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഫ്രസ്ട്രേറ്റഡ് ആവും. ഇത്രയും കഷ്ടപ്പെട്ട് പോകുമ്പോൾ ഇതൊക്കെ ഈ സമയത്തിനുള്ളിൽ തീർക്കണമല്ലോ ഭഗവാനെ, ഈശ്വര എന്താ ഞാൻ ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ വിഷമിച്ചു പോവും, ഫ്രസ്ട്രേറ്റഡ് ആയി പോവും. അപ്പം നമ്മളൊരു ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് എടുക്കുമ്പോൾ ആ ബ്രേക്ക് എന്ന് പറയുന്നത് ഈ 10 മിനിറ്റ്സിൽ അപ്പോൾ നമ്മൾ വീണ്ടും മൊബൈലിലേക്ക് പോയി, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സ്ട്രെസ് ഉള്ള കാര്യങ്ങൾ കൊടുക്കാണ്ട് കണ്ണടച്ചൊരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ആ ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് 24 ഹവേഴ്സിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ആ 10 മിനിറ്റ് നമ്മളെ എക്സസൈസ് ചെയ്യാം. ഇനി നിന്ന് പണിയെടുത്ത് ബാക്ക് പെയിൻ ആയി എന്ന് വെച്ചാൽ കുറച്ച് നേരം ഇരുന്ന് കണ്ണടച്ചിരിക്കുക,
ഒന്നും ചിന്തിക്കാതെ കണ്ണടച്ചിരിക്കുക. അത് തന്നെ നമുക്കൊരു റിലാക്സേഷൻ മെത്തേഡാണ്. ഒരുമിച്ച് ഒരുമിച്ച് കുറേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ആ വർക്കിന് പോലും നമ്മൾക്ക് മതിയായി എന്നുള്ളത് തോന്നും. അപ്പോൾ ബ്രേക്ക് എടുക്കുക, ടേക്ക് എസെൻഷ്യൽ ബ്രേക്സ്. പിന്നെ ഒരു പുസ്തകം വായിക്കാൻ എടുക്കുക. നമുക്ക് ഓക്കെ ഈ പുസ്തകം വായിച്ചു തീർക്കണം. ഈ ഒരു പുസ്തകം ഒരു 500 പേജിൻ്റെ പുസ്തകമാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് വായിച്ചു തീർക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. അപ്പോൾ ഈ പണിയുടെ ഇടയിൽ കിട്ടുന്ന ആ ഒരു 10 മിനിറ്റ് ഇടവേളകൾ പുസ്തകം വായിക്കാൻ ഉപയോഗിക്കാം നമുക്ക്. ആ ടൈം പ്രോപ്പർലി മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി ടൈം വേറെ കിട്ടും എന്നുള്ളതാണ് ലൈഫിൽ. ടൈം മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ടൈം മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യണം. ഇന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തീർക്കും എന്നുള്ളൊരു ഗോള് സെറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഗോളിന് പ്രയോറിറ്റൈസ് ചെയ്യണം. ഈ സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർക്കേണ്ടത്, ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി, ഏതിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നോക്കണം. എനിക്ക് നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഒരു മാത്തമാറ്റിക്സ് എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സയൻസ് എക്സാം ഉണ്ട് എന്നായിരിക്കും. അപ്പം ഞാൻ ഇന്ന് പഠിക്കേണ്ടത് മാത്സ് ഓർ സയൻസ് ആണ്. നേരെ മറിച്ച് നെക്സ്റ്റ് വീക്ക് ഐ ഹാവ് ഇംഗ്ലീഷ് എക്സാം. അപ്പോൾ ആ സമയത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് എക്സാമിന് മാത്സ് എക്സാമിൻ്റെ തലേ ദിവസം പഠിച്ചിട്ട് അതിൽ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. എനിക്ക് ഈ ടാസ്കുകളൊക്കെ ഇന്ന് ചെയ്ത് തീർക്കണം എന്ന് വെച്ചാൽ അത് ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം. ഡോണ്ട് കീപ്പ് ഇറ്റ് അസൈഡ് ഫോർ ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഗോൾസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. രണ്ടാമത്തെ ഏതൊക്കെയാണ് പ്രയോറിറ്റി എന്ന് നോക്കിയിട്ട് അതിന് പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെയാണ്. ഇനി സെറ്റ് എ ടൈം ലിമിറ്റ്. ഈ ടൈമിനുള്ളിൽ ഞാൻ ഇത് പഠിച്ചു തീർക്കും, അല്ലെങ്കിൽ ഈ ജോലികൾ ചെയ്ത് തീർക്കും എന്ന് അത് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്ത് തന്നെ വെക്കണം. ഇനി നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ടേക്ക് ഷോർട്ട് ബ്രേക്സ് ഇൻ ബിറ്റ്വീൻ. ഓരോ ടാസ്കിനിടയിലും ഷോർട്ട് ബ്രേക്ക് നമ്മൾ എടുക്കുക. അഞ്ചാമത്തെ കാര്യം, യു ഹാവ് ടു ഓർഗനൈസ് യുവർ സെൽഫ്. നമ്മളൊരു വർക്ക് ചെയ്യാൻ പോയി ആ ടേബിൾ ഫുൾ ക്ലട്ടേഡ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു വർക്ക് ആൻഡ് ഫോക്കസ്. നമ്മുടെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ തന്നെ നമുക്ക് പറ്റില്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന ടേബിൾ ഭയങ്കര ക്ലട്ടേഡ് ആണെങ്കിൽ. സോ യു ഹാവ് ടു ഓർഗനൈസ് യുവർ സെൽഫ്. ഇനി റിമൂവ് നോൺ എസെൻഷ്യൽ ടാസ്ക്. നമ്മൾക്ക് ആവശ്യമില്ലാത്ത ടാസ്കുകളാണെങ്കിൽ അത് റിമൂവ് ചെയ്യുക. നമ്മുടെ ടൈം ടേബിളിൽ നിന്ന് റിമൂവ് ചെയ്ത് വെക്കുക നമുക്ക് ആവശ്യമില്ലാത്ത ടാസ്ക് ആണെങ്കിൽ. പിന്നെ എവറിത്തിങ് യു ഹാവ് ടു ഓർഗനൈസ് എഹെഡ്. സോ യുൽ ഗെറ്റ് മോർ ടൈം, യു വിൽ ബി സ്ട്രെസ് റിലീവ്ഡ് ആൻഡ് യു വിൽ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ് ടു ഫോക്കസ് യുവർ സെൽഫ്. നിങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂവി വാച്ച് ചെയ്യാൻ പൊക്കൂടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേട്ടൂടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് നമുക്ക് കണ്ടിന്യൂ ചെയ്തൂടെ അല്ലേ? ഒന്നുമില്ലെങ്കിൽ ആകാശത്തെ മേഘങ്ങളെങ്കിലും നോക്കിയിരുന്നൂടെ കുറച്ച് നേരം സമയം കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ. പിന്നെ നമ്മൾ ഓരോരുത്തരും ഓർക്കുക, നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യണത് നമ്മൾ തന്നെയാണ്. സോ നമ്മുടെ ലൈഫിന് ഡയറക്റ്റ് ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റിയും നമ്മൾക്കുണ്ട്. ബെറ്റർ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ ബെറ്റർ ഡയറക്ടർ ആക്കും നിങ്ങളുടെ ലൈഫിൻ്റെ. താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ. ഇഫ് യു ലൈക്ക് മീ, കം ബാക്ക് ടു ദ ചാനൽ ജിത്ത.